തല മറന്ന് എണ്ണ തേക്കരുത്. ദൈവത്തെ മറന്നിട്ട് നമ്മൾ ഏത് ബിസിനസ് ചെയ്താലും ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാന വേണ്ടെന്ന് വെച്ചിട്ട് ദേവാലയവുമായിട്ട് ബന്ധമില്ലാതെ ഒരു ദൈവ പൈതൽ ഞായറാഴ്ച ദിവസം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊന്നും അനുഗ്രഹിക്കപ്പെടില്ല. വചനം പറയുന്ന യെശയ്യാ പ്രവാചകനോട് പറഞ്ഞത്, സാബത്ത് ദിവസം നിന്റെ ഇഷ്ടങ്ങൾ അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്മാറുക, എന്നിട്ട് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുക. ഞായറാഴ്ച ദിവസം കട തുറന്നു വെച്ചിട്ട് രാവിലെ മുതൽ പോയിരിക്കും, പള്ളിയിൽ പോലും പോകാതെ. ഇതൊക്കെ ചുമ്മാ വെറുതെ വിടുവാ പറയുന്നല്ല, ജീവിത അനുഭവങ്ങൾ കൊണ്ട് മാത്രം പറയുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ ബാക്കി 6 ദിവസവും ദൈവം അധ്വാനിക്കാൻ തന്നതാ. 7ാമത്തെ ദിവസം അത് കർത്താവിന് വേണ്ടിയിട്ടുള്ള ദിവസമാണ്. ദേവാലയവുമായി ബന്ധപ്പെട്ട് നിന്റെ ആത്മരക്ഷ ഉറപ്പിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നീ വ്യാപരിക്കേണ്ട ദിവസമാണ് നിന്റെ 7ാമത്തെ ദിവസം. 6 ദിവസവും കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചോ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചോ, ഭൗതിക നേട്ടത്തിന് വേണ്ടി അധ്വാനിച്ചോ. 7ാം ദിവസം സാബത്ത് ദിവസം അത് കർത്താവിന് കൊടുക്കേണ്ട ദിവസമാണ്. അത് കർത്താവിനെ പറ്റിക്കരുത്, കർത്താവിനെ കൊള്ളയടിക്കാൻ ശ്രമിക്കരുത്. ജീവിതത്തിൽ തകർച്ചകളെ ഉണ്ടാകുള്ളൂ. ദൈവത്തെ മറന്നിട്ട് ഒന്നും നേടാന്ന് വിചാരിക്കില്ല.